കാസർഗോഡ് കാഞ്ഞങ്ങാട് വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയിൽ കോടതിയെ സമീപിച്ച യുവതി ഭർത്തൃവീട്ടിൽ അനുഭവിച്ച പീഡനത്തിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഹൗസ് ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. യുവതിയുടെ മൊഴി പോലീസ് ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. അരുൺ പാറക്കലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുള്ളത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്ന വാർത്തയാണ്. ഇപ്പം ഈ യുവതിയുടെ പരാതിയിൽ നടപടികൾ നടക്കേണ്ട സമയമാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. വാട്സപ്പിലൂടെ പറഞ്ഞ് മുത്തലാഖ് ചൊല്ലുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇത് കേസ് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു അല്ലേ? കോടതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബോധിപ്പിച്ചിട്ടുള്ളത്? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യുവതി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഫെബ്രുവരി 21 തീയതിയാണ് ഈ യുവതിയുടെ കല്ലൂരാവി സ്വദേശിയായ 21-കാരിയുടെ പിതാവിൻ്റെ ഫോണിലേക്ക് ഭർത്താവ് അബ്ദുൾ റസാഖ് ഒരു ശബ്ദ സന്ദേശം അയക്കുന്നത്. മുത്തലാഖ് ചൊല്ലി മകളെ വേർപിരിഞ്ഞു എന്നായിരുന്നു ആ ശബ്ദ സന്ദേശം. ഇതുമായി ബന്ധപ്പെട്ട യുവതി ആദ്യം തന്നെ പോലീസിനെ സമീപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യുവതിക്ക് ജീവനാംശം നൽകണം, അതുപോലെ തന്നെ യുവതിയിൽ നിന്ന് ഈ പ്രതി അതായത് അബ്ദുൾ റസാഖ് കൈക്കലാക്കിയ 20 പവൻ സ്വർണം തിരിച്ചു നൽകണം. അതുമാത്രമല്ല, യുവതിയെ വീട്ടിലിട്ട് പീഡിപ്പിച്ച ഭർത്തൃ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മയ്ക്കുമെതിരെ നടപടിയെടുക്കണം, അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിത്തരണം എന്നൊക്കെയാണ് ആവശ്യം. ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നൊക്കെ യുവതി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോസ് ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി യുവതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ മൊഴി ഇന്ന് വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ് ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം വരുന്നത്. 2022 ഓഗസ്റ്റ് 8-ലാണ് ഈ യുവതിയും അതുപോലെ തന്നെ നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖും തമ്മിലുള്ള കല്യാണം കഴിയുന്നത്. അതിനുശേഷം നിരന്തരമായി 2.5 വർഷത്തോളം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പെൺകുട്ടി നൽകിയ പരാതിയിലുള്ളത്. പെൺകുട്ടി 2.5 വർഷത്തോളം പല ദിവസങ്ങളിലായി വീട്ടിൽ പട്ടിണി കിട്ടുന്നും സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞു പോയെന്നും ഇവരിങ്ങനെ നിരന്തരമായി മാനസികമായൊക്കെ പീഡിപ്പിച്ചിരുന്നു എന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്ന് വീണ്ടും ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അബ്ദുൾ റസാഖിനെതിരെ ഉടൻ തന്നെ കേസെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. സ്മിത, ക്രിസ്റ്റീന.